മുനമ്പത്തെ 610 കുടുംബങ്ങൾ റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് 200 ദിവസമായി. ഈ 200 ദിവസം പിന്നിടുമ്പോഴും അവരുടെ പ്രശ്നപരിഹാരം അകലെയാണ്. ഇതിനിടയിൽ കേന്ദ്ര സർക്കാർ വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവന്നു. സംസ്ഥാന സർക്കാർ പ്രശ്നപരിഹാരത്തിന് വേണ്ടി കമ്മീഷനെ നിയോഗിച്ചു. എന്നാൽ ഇതൊന്നും അവരുടെ പ്രശ്നത്തിന് ഒരു പരിഹാരമായില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ സമരത്തെ 2ാം ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാനാണ് സമരസമിതിയുടെ തീരുമാനം. ഇതിൻ്റെ ഭാഗമായി മുനമ്പത്തെ സമരം മുനമ്പത്തിന് പുറത്തേക്ക് വ്യാപിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ലത്തീൻ സഭയുടെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് ഈ സമരം പുറത്തേക്ക് വ്യാപിപ്പിക്കുന്നത്. ഇന്ന് മുനമ്പം വേദി മാത്രമായിട്ട് ഈ സമരം ഒതുങ്ങുന്നത് കൊണ്ടാണ് പലപ്പോഴും അധികാരികളുടെ ശ്രദ്ധ ഇതിന് വേണ്ട രീതിയിൽ കിട്ടാതെ പോകുന്നത് എന്ന്. ആയതിനാൽ കേരള ലത്തീൻ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ KLCയുടെ നേതൃത്വത്തിൽ കുറെ കൂടി വിപുലമായ സമരപരിപാടികളുമായിട്ട് മുൻപോട്ട് പോകേണ്ടി വരുമോ എന്ന് തോന്നുകയാണ്. ആവശ്യമെങ്കിൽ അത്തരത്തിലുള്ള രീതിയിൽ സമരം വ്യാപിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ മക്കൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ വരാപ്പുഴ അതിരൂപതയും അതോടൊപ്പം തന്നെ കേരള ലത്തീൻ സഭയും ഒരുമിച്ചുണ്ടാകും എന്നുള്ളതാണ് ഞങ്ങളുടെ സന്ദർശനത്തിൻ്റെ ഉദ്ദേശം. ഇത് വക്കഭൂമിയല്ല എന്ന് CPMൻ്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടും എന്തുകൊണ്ട് ഈ ഞങ്ങളുടെ വിഷയം പരിഹരിക്കുന്നില്ല? ആർക്കാണ് ഒരു കൂട്ട് നിൽക്കുന്നത്? 35 വർഷത്തിന് മുമ്പ് വില കൊടുത്ത് വാങ്ങിയ ഞങ്ങളുടെ ഭൂമി, ഞങ്ങളുടെ റവന്യൂ അവകാശം തിരിച്ചു തരുന്ന സമയങ്ങൾ കഴിഞ്ഞ് ഈ പൊരിഞ്ഞ വെയിലത്ത് ഈ പാവങ്ങൾ ഇരിക്കുന്നുണ്ടല്ലേ, ഒരു തുള്ളി വെള്ളം പോലും ഈ മാതാവിൻ്റെ മുമ്പിൽ ഈ ആൾക്കാരിങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഇവർ ഇത് തരാണ്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇനിയും താമസിപ്പിച്ചാൽ ഇതിൻ്റെ കളർ മാറും. 200 ദിവസത്തെ സമരത്തിനിടയിൽ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുകൂലമായി ചിലർ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അതൊക്കെ അവരുടെ വ്യക്തിപരമായ നിലപാടാണ്. പക്ഷേ കേന്ദ്ര സർക്കാരിനെ പിന്തുണച്ചത് അവർ ഞങ്ങൾക്കൊപ്പം നിന്നതുകൊണ്ടാണെന്നും മുനമ്പം സമരസമിതി വിശദീകരിക്കുന്നുണ്ട്. ആന്റണി ഗ്രിഗറിക്കൊപ്പം S. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.